നമസ്കാരം, ഞാൻ ടീന. ഇന്ന് ഞാൻ ചെയ്യുന്ന റെസിപ്പി പോർക്ക് കറിയാണ്. 1 കിലോ പോർക്ക് എടുത്തിട്ടുണ്ട്. മീഡിയം രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. ഇപ്പോൾ പോർക്ക് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, മുളക് പൊടി എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, ഗരം മസാല. ഇതെല്ലാം ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നത് നല്ലതാണ്. മല്ലിപ്പൊടി, മുളക് പൊടിയുടെയൊക്കെ പച്ചപ്പൊന്ന് മാറും. ഉള്ളി പേസ്റ്റ് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. നമ്മൾ പേസ്റ്റ് ചെയ്തിട്ട് ചേർക്കുമ്പോൾ നമുക്ക് 1 കിലോ മീറ്റിന്, ഇപ്പോൾ ചിക്കൻ ആണെങ്കിലും പോത്താണെങ്കിലും മീറ്റിന് നമുക്കൊരു 3 സവോള ഉള്ളി മതി. അല്ലാതെ നമ്മൾ എണ്ണയിൽ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ 5ഉം 6ഉം സവോള ഉള്ളിയുടെ ആവശ്യമുണ്ട്. പേസ്റ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാനൊരു 3 സവോള എടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, 1 കിലോ പോർക്കിനാണ് ഒരു 3 സവോള എടുത്തിട്ടുള്ളത്. നല്ല ചാറോട് കൂടി നമുക്ക് കിട്ടും പേസ്റ്റ് ചെയ്തെടുക്കുവാണെങ്കിൽ. ഇതൊന്ന് നമുക്ക് പേസ്റ്റ് ചെയ്തെടുക്കാം. അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എല്ലാം കൂടെ. കണ്ടോ, ഇതുപോലെ നന്നായിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് പോർക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചു. 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി കടുകും കറിവേപ്പിലയും കൂടെ പൊട്ടിച്ചെടുക്കാം. നമുക്ക് പച്ചമുളക് വേണേലും കട്ട് ചെയ്തിടാം. പോർക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യാം. ഇതാണ് പോർക്ക് കറി. നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിയുടെ കൂടെയും റൈസിൻ്റെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ളൊരു പോർക്ക് കറിയാണ്. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. ബൈ ടീന.